നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. പിന്നെ പിന്നെന്താ, ആദ്യം അമ്പലത്തിൽ പോയി. ബീച്ചിക്കോ? അത് എവിടേക്കാ പോണേ? ഞങ്ങൾ തൃശ്ശൂര് പോവാണ്. പറയൂ, തൃശ്ശൂരിക്കാണ് നമ്മള് പോണത്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂട്ടം ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പാട്ടൊക്കെ പാടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റും അതുപോലെ ചെന ഭട്ടൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. 2 നെയ് റോസ്റ്റും ഒരു ചെന ഭട്ടൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആദ്യം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയണോ കളിക്കണോ പാട്ട് പാടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ റീൽസാക്കി എടുത്തതായിരുന്നു. അപ്പോൾ ഇനി ഭക്ഷണം വന്ന് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നെയ് റോസ്റ്റ് വന്നു. ആദ്യക്കൂട്ടം നെയ് റോസ്റ്റിൻ്റെ കറികളൊന്നും കഴിച്ചില്ല കേട്ടോ. ഏട്ടന് ഇതാ ചെന ഭട്ടൂരിയാണ് പറഞ്ഞത്. നല്ല വലിയ ചെന ഭട്ടൂരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ചെന ഭട്ടൂര കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഇറങ്ങി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയും എന്നുള്ളത് അറിയില്ല. ഞാൻ ഇങ്ങനെ കുറേ റീൽസ് ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ എന്നാൽ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞുതരാൻ, അതായത് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഭംഗി തോന്നി. അതായത് നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ ഇത്രയും നല്ല വലിയൊരു അമ്പലമുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണണം. നമുക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഏട്ടന് ഓഫീസിൽ നിന്ന് എന്തോ ഒരു ആവശ്യത്തിന് തൃശ്ശൂർ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ നമുക്കൊന്ന് അവിടെ നിന്ന് കയറി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയതാണ് കേട്ടോ. അതിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ ഒരുപാട് ഭയങ്കര വലുതാണ്. ഇതൊക്കെ അകത്തുനിന്ന് ഇവിടെ അങ്ങനെ വീഡിയോസ് എടുക്കണേനോ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും വീഡിയോസ് എടുത്തത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ആളിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ മാത്രം വീഡിയോ എടുക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അതിനകത്തുള്ളതാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. പിന്നെ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നടന്ന് കാണാനുള്ളൊരു സമയം കിട്ടില്ല. ആദ്യക്കൂട്ടിന് ആ സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു അമ്പലത്തിൽ പോകണേ. പിന്നെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മന്ത്രങ്ങളും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു തിരക്ക് ഫീൽ ചെയ്യാത്തത്. ഒരുപാട് ആൾക്കാർ, പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൻ ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും അവനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം അകത്ത് കയറിയൊക്കെ ഒന്നിങ്ങനെ കണ്ട്. പിന്നെ ഇതും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അവരുടെ എന്തൊക്കെയോ മണ്ഡപമോ അതുപോലെ ഡാൻസ് കാര്യങ്ങൾ അതിൻ്റെ തന്നെ വേറെന്തോ ഒരു സെക്ഷനാണ്. പക്ഷെ അവിടെ അങ്ങനെ ആൾക്കാർ പോണതായിട്ടൊന്നും കണ്ടില്ല. ഇപ്പുറത്ത് ഈ കാണുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് ടെമ്പിള്. കുറേ പ്രതിഷ്ഠകളുണ്ട് അതിനകത്ത്. പിന്നെ അവിടെ ഇങ്ങനെ അവിടുത്തെ വലിയ ആൾ ഇരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് പോന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ പെരിന്തൽമണ്ണ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷെ അതൊന്നും ക്ലിയർ ഇല്ല. അവിടെ ഫുൾ ഫുഡ് കഴിക്കണം, അവിടെ കംപ്ലീറ്റ് തിരക്കായിരുന്നു. അപ്പോൾ അത് അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്മൾ പെരിന്തൽമണ്ണ ഒന്നിങ്ങനെ കറങ്ങി തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.